തിരുവനന്തപുരം തമ്പാനൂരിലേക്കാണ് പോകുന്നത്. അവിടെ ഡ്രെയിനേജ് കുഴിയിലാണ് ഒരു ഫോൺ ചെന്ന് വീണത്. ഈ ഫോണിൻ്റെ ഉടമ ഒരു പെൺകുട്ടി ആകെ ടെൻഷൻ അടിച്ചു. കാരണം വീട്ടിലെല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഫോണാണ്. ഫോണില്ലാതെ എന്ത് ചെയ്യും? അവസാനം ഫയർഫോഴ്സ് രക്ഷക വേഷത്തിലെത്തി. കുറച്ച് പണിപ്പെട്ടാണെങ്കിലും ഫോൺ എടുത്ത് കൊടുത്തു. ആദ്യം റിപ്പോർട്ട് കാണാം. തമ്പാനൂരിൽ ട്രെയിൻ ഇറങ്ങി. ചായ കുടിക്കാനായി എല്ലാവരും നടത്തമായി. ഇതിനിടെ കയ്യിലിരുന്ന ഫോൺ അക്ഷയ ബാഗിൻ്റെ സിപ്പ് തുറന്ന് അതിലിട്ടു. പക്ഷേ ഫോൺ വീണത് ഡ്രെയിനേജ് കുഴിയിലും. കുടുംബത്തിലെല്ലാവരും ഉപയോഗിക്കുന്ന ഫോണാണ്. അക്ഷയ്ക്ക് ആദ്യമായി. കുടുംബം ഒന്നടങ്കം ഫോൺ എടുക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. പിന്നെ ഓട്ടോ ഡ്രൈവർമാർ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് എത്തി. ഫോൺ വീണ്ടെടുക്കാനുള്ള ശ്രമമായി. 5 അടിയോളം താഴ്ചയുള്ള ഡ്രെയിനേജ് കുഴിയിൽ ഫോൺ കാണാൻ പോലും പ്രയാസം. തുടർന്ന് എക്യുപ്മെന്റ് ക്യാച്ചർ എന്ന ഉപകരണം വെച്ച് മൊബൈൽ കുഴിയിൽ നിന്ന് പുറത്തേക്ക്. ഫോൺ തിരികെ കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം. ഫോൺ ബാഗിൽ ഇടാൻ വേണ്ടിയിട്ട് സിബ് പറഞ്ഞപ്പം അവിടെ നിന്ന് വഴുതി അതിനകത്തോട്ട് വീണു. പരിശ്രമത്തിനൊടുവിൽ ഫോൺ തിരിച്ചെടുത്തതിലുള്ള സന്തോഷം ഇവർക്കും. 6-7 അടി താഴ്ചയുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയൊരു എക്യുപ്മെൻ്റ് അതായത് അധികാരിയും പേരും കണ്ടിട്ടുണ്ടാവില്ല. ഈ സാധനം വച്ചും അത്യാവശ്യം സമയമെടുത്തു. കാരണം ആദ്യമൊന്നും ഈ സംഭവം കാണാൻ നിവൃത്തിയില്ലായിരുന്നു. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ആ കോർണറിൽ കൊടുത്ത് ഇങ്ങനെ വലിച്ച് ആണ് സംഭവം എടുത്തത്. ആ കുട്ടിക്ക് തന്നെ സന്തോഷം കണ്ടില്ലേ? ആ കുട്ടിയുടെ സന്തോഷം അത്രയേ ഉള്ളൂ. അതാണ് കേരള ഫയർഫോഴ്സ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് നമ്മൾ എടുത്തു. കണ്ടുവന്നവർ എല്ലാ ഓട്ടോ റിക്ഷ ഓടിക്കുന്ന എല്ലാ സഹോദരന്മാരും മാക്സിമം അല്ലേ, നിങ്ങൾ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നല്ലേ, അവർക്ക് ആ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ. നാഗർകോവിലിൽ കുടുംബസമേതം കല്യാണം കൂടി കൊല്ലത്തെ വീട്ടിലേക്കുള്ള മടക്കയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് ഇറങ്ങിയപ്പോഴാണ് ഫോൺ വീണത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗൂഗിളുണ്ട്. ഗൂഗിൾ അവസാനം വരെ എല്ലാവരും ഒരു സന്തോഷത്തോടെ അവസാനിച്ചൊരു പരിപാടിയായി മാറി. എന്തായാലും ആ കുട്ടിയുടെ മുഖത്ത് ആ ഫോൺ നഷ്ടപ്പെട്ടതിൻ്റെ ആ ആശങ്കയൊക്കെ കൃത്യമായിട്ടുണ്ടായിരുന്നു. അത് കിട്ടുമ്പോഴുള്ള സന്തോഷം, ആ കൈ കൊടുക്കുമ്പോൾ അല്ലെ ഒരു നിർവൃതിയോടുകൂടിയാണ് കൈ കൊടുക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സുകാരും പുതിയ ഇങ്ങനത്തെ ഒരു സംവിധാനമൊക്കെ നമ്മുടെ ഫയർഫോഴ്സിൽ ഉണ്ട് എന്നറിയുന്നത് കൂടി ആളുകൾക്കൊരു സമാധാനം. അപ്പോൾ ഫോൺ പോയാലും നമ്മുടെ ഫയർഫോഴ്സ് ഓടിയെത്തും. ഡിവിഷ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വാർത്ത ആദ്യം അറിയുമ്പോൾ ഞാൻ ഫയർഫോഴ്സിനെ കോൺടാക്ട് ചെയ്തു. അപ്പം അവിടെ നിന്ന് കിട്ടിയ ഒരു വിവരം എന്ന് പറയുന്നത് ഒരു കുടുംബം, അതായത് ഒരു 6-7 പേരടങ്ങുന്ന ഒരു കുടുംബമാണ്. ഒറ്റ കുടുംബമല്ല, അച്ഛൻ, കുട്ടികൾ, അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകൾ, അങ്ങനെ എല്ലാവരും കൂടെ തമിഴ്നാട്ടിൽ ഒരു കല്യാണത്തിന് പോയി. തിരിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഇറങ്ങി. അവിടെ ഇറങ്ങി തിരുവനന്തപുരത്ത് തമ്പാനൂർ ഇറങ്ങിയിട്ട് പിന്നെ ഇവിടെ ഒരു ബന്ധുവുണ്ട്. ബന്ധുവിനെ കണ്ടതിന് ശേഷം തിരിച്ച് കൊല്ലത്തെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇതിനിടയിൽ ചായ കുടിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. ചായ കുടിക്കാൻ ഇറങ്ങിയ സമയത്താണ് ബാഗിലേക്ക് ഫോൺ ഇട്ടതാണ്. അപ്പോൾ ഈ പെൺകുട്ടി ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീട്ടുകാർ വഴക്ക് പറഞ്ഞപ്പോൾ അതിനെ പെട്ടെന്ന് പേടിച്ചിട്ട് കുട്ടി പെട്ടെന്ന് ബാഗിലേക്ക് ഫോൺ ഇടുകയും സിബ് തുറന്ന് ബാഗിലിട്ടതാണ്. ബാഗിലിട്ട ഫോൺ നേരെ വീണത് ഈ പറഞ്ഞ ഡ്രെയിനേജ് കുഴിയിലാണ്. അപ്പോൾ കുറേ നേരമായിട്ട് ഇവർ പരിഭ്രാന്തരായി. ഇവരെല്ലാം കൂടെ ഫോൺ എടുക്കാനുള്ള ശ്രമമായി. കുടുംബത്തിലാകെ ഒരാൾക്കുള്ളൊരു സ്മാർട്ട് ഫോണാണ്. ഇതിലാണ് ഈ 2 കുട്ടികൾ പഠിക്കുന്നത്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ ആശ്രയിച്ചുകൊണ്ടാണ്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ഫോൺ പോകുമ്പം ഞാനിപ്പോൾ അദ്ദേഹത്തെ കൂടെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു 10-12,000 രൂപ. ഈ ഫോൺ പോകുന്നതിനപ്പുറത്തേക്ക് ഫോണിലുള്ള കോൺടാക്റ്റിൻ്റെ ഒക്കെ വിലയല്ല അതിന് അദ്ദേഹത്തിൻ്റെ പ്രധാന കൺസേൺ എന്ന് പറയുന്നത്. അത് ആ ഫോണിൻ്റെ വിലയാണ്. 10-12,000 രൂപയുള്ള ഫോണാണ്. അത് പോയതിലുള്ള വിഷമത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓട്ടത്തൊഴിലാളികൾ കൂടുന്നു. അവരെല്ലാം കൂടെ ഫയർഫോഴ്സിനെ വിളിക്കുന്നു. ഫയർഫോഴ്സ് എത്തി അരമണിക്കൂർ ഇരുന്നും നിന്നും കിടന്നും ഒക്കെ വലിയ പരിശ്രമം നടത്തിയതിന് ശേഷമാണ് ഈ ഫോൺ എടുക്കുന്നത്. അതിനുശേഷം അവർക്കുണ്ടാകുന്ന സന്തോഷമൊക്കെ വളരെ വലുതാണ്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ഈ ഫയർഫോഴ്സിൻ്റെ ഇത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നത്. പലപ്പോഴായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ വലിയ രീതിയിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിപ്പം ഈ പറയുന്ന പോലെ തന്നെ മനുഷ്യജീവന് മാത്രമല്ല, മനുഷ്യൻ്റെ സകല കാര്യങ്ങൾക്കും എന്താ പറയുക, എല്ലാ രീതിയിലും ഫയർഫോഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഈ പറയുന്ന പോലെ മൃഗങ്ങൾ കുടുങ്ങിയതാണെങ്കിലും ചെറിയ പ്രശ്നങ്ങളായിക്കോട്ടെ, എന്ത് പ്രശ്നമായിക്കോട്ടെ, അതിനൊക്കെ തന്നെ കേരളത്തിൽ ഫയർഫോഴ്സ് ഉണ്ട്. ഒപ്പം ശരി ഗോകുൽ, ഇപ്പോൾ ഇത് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശബരിമലയിൽ നാളികേരമാണെന്ന് വിചാരിച്ച് കർപ്പൂരാടിയിലേക്ക് ഫോൺ എടുത്തെറിഞ്ഞ ഒരു അയ്യഭക്തനുണ്ട്. അവസാനം പോലീസുകാർ ചേർന്ന് ആ ഫോൺ രക്ഷപ്പെടുത്തി എടുത്തു കൊടുക്കുകയാണ്. എന്തായാലും ഫയർഫോഴ്സൊക്കെ ഏത് സമയത്ത് ഇങ്ങനെ ഒരു സഹായത്തിനുണ്ട് എന്നത് ആശ്വാസമാണ്. പരമാവധി നഷ്ടപ്പെടാതെ നോക്കുക. ശരി ഗൂഗിൾ.